ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഗാന്ധിജിയെ കുറിച്ച് കേൾക്കുന്ന ആളുകളാണ് അല്ലേ? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഗാന്ധിജിക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഗാന്ധിജിക്കുള്ള റോള് എല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതുപോലൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഒരു വെൽ റെഡ് ബുക്കാണ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ബുക്ക്. ഗാന്ധിജി പറയുന്നുണ്ട് അതുപോലെ തന്നെ മൈ ലൈഫ് ഈസ് ലൈക്ക് ആൻ ഓപ്പൺ ബുക്ക്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബുക്കാണ് എന്നൊക്കെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറയുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു മനസ്ഥിതിയിൽ നിന്ന് പറയുന്നതാണോ, അതോ മനുഷ്യരോടുള്ള ഒരു സ്നേഹത്തെ പ്രതി പറയുന്നതാണോ, അതോ സെൽഫ് ലവിനെ പ്രതി പറയുന്നതാണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നോക്കാം. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിജി സത്യത്തെ വളരെയധികം ഹോൾഡ് ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഗാന്ധിജിയുടെ ലൈഫിനെ കുറിച്ച്, ഗാന്ധി സത്യത്തെക്കുറിച്ച് പറയുന്നവരായാലും മറ്റുള്ളവരൊക്കെ അങ്ങനെ പറയുന്നത് അദ്ദേഹം വളരെ സത്യം ജീവിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് ഉള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റാണ്. നമുക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജീവിതം തന്നെ എടുത്തു നോക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ സത്യത്തിന് ഒരു റെലവൻസ് അല്ലെങ്കിൽ ഒരു വാല്യൂ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതിന് അതിൻ്റെതായ ഒരു മൂല്യം വരുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ സത്യത്തെ പ്രാക്ടീസ് ചെയ്തത്? അഹിംസയിലൂടെ അദ്ദേഹം ഈ സത്യത്തെ പ്രാക്ടീസ് ചെയ്തു. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള ഒരു പോളിസി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന് ബൂട്ടിനെ വെച്ച് ഒരാൾ ട്രെയിനിൽ വെച്ച് ചവിട്ടിയപ്പോൾ അദ്ദേഹം അയാളോട് പ്രതികരിച്ചില്ല, മറിച്ച് തങ്ങളുടെ ബൂട്ട് വേദനിച്ചു എന്ന് ചോദിച്ചതായിട്ടൊരു ഇൻസിഡന്റ്. അപ്പം അത്രമാത്രം അദ്ദേഹം മനുഷ്യജീവികളോട് ഒരു കമ്പാഷൻ ഉള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ, യേശുക്രിസ്തു മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ കുരിശിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യരോടൊക്കെ ക്ഷമിക്കാനാണ്. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ ഗാന്ധിജിയും ഇങ്ങനെ ഒരു ക്ഷമയുടെ പ്രിൻസിപ്പിളുള്ള ഒരു ആളായിരുന്നു. അപ്പൊ സത്യത്തിന് വേണ്ടി യത്നിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് സഹജീവികളോടുള്ള ഒരു അനുകമ്പ അല്ലെങ്കിൽ ദീനാനുകമ്പ. അത് ദുഷ്ടരോടും ശിഷ്ടരോടും എല്ലാവരോടും അവർക്കൊരു അനുകമ്പയുണ്ട്. കാരണം അവർക്കറിയാം മറ്റുള്ളവർ തെറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അവരുടെ അജ്ഞതയിൽ നിന്നാണ് എന്ന് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വീണ്ടും നമുക്ക് ഗാന്ധിജിയുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ സമയത്ത് പോലും ഇന്ത്യ പാകിസ്ഥാൻ എന്നൊരു കൺട്രി അദ്ദേഹത്തിന് വേണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞും പാകിസ്ഥാൻ എന്ന് പറഞ്ഞും രണ്ട് കൺട്രി അദ്ദേഹത്തിന് വേണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവന എന്ന് പറയുന്നത് മതത്തിനും സംസ്കാരത്തിനും രാജ്യത്തിനും എല്ലാം അതീതമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അധികാരത്തിന് വേണ്ടിയും യത്നിച്ചിരുന്നില്ല എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം തൻ്റെ ഭാവനയിൽ കണ്ടത് മനുഷ്യ മക്കളെ അദ്ദേഹം കണ്ടിരുന്നു എന്നും നാം മനസ്സിലാക്കാം. ഇന്ത്യക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം സ്വന്തം കുടുംബം എന്ന രീതിയിൽ കാണാനായിട്ട് സാധിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ കൂടി സ്വന്തം കുടുംബം എന്ന് കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലൈഫ് എടുത്താലും അവർ സ്വന്തം കുടുംബം എന്നുള്ള രീതിയിൽ അത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ കാര്യത്തിലും ഇത് വിഭിന്നമല്ല. അദ്ദേഹവും സ്വന്തം കുടുംബം എന്ന രീതിയിൽ കണ്ടിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും മനുഷ്യന്റെ ഭാവന എന്ന് പറയുന്നത് ആദ്യം സ്വന്തം, പിന്നെ സ്വന്തം കുടുംബം, പിന്നെയാണ് സൊസൈറ്റി, പിന്നെ രാജ്യം, അങ്ങനെയുള്ള ഒരു ഭാവനകൾ, അങ്ങനെയുള്ള ചില ടെറിട്ടറീസ് മനുഷ്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മതത്തിൻ്റെതായ അല്ലെങ്കിൽ സാമൂഹികമായ അങ്ങനെ പല രീതിയിൽ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ടെറിട്ടറികളെ വിഭജിക്കുമ്പോഴാണ്, അതിൽ നിന്ന് മനുഷ്യൻ, അതിൻ്റെ തോടുകളിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോഴാണ് മനുഷ്യൻ പുറത്തെയുള്ള വലിയ ലോകത്തെ കാണുകയും ആ മനുഷ്യരെ സ്വന്തം കുടുംബമായിട്ട്, ഇന്ത്യൻ കൺസെപ്റ്റായ വസുദൈവ കുടുംബകം, അവരെ കൂടെ ഉൾക്കൊള്ളാനായിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ ഭാവനകളെയും ചിന്തകളെയും മനുഷ്യൻ വലുതാക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാവമാണ് ദീനാനുകമ്പ എന്ന് പറയുന്നത്. ഗാന്ധിജിയിലും യേശുക്രിസ്തുവിലും ഉണ്ടായിരുന്ന പോലെ, മറ്റു മഹാന്മാരിലും ഉണ്ടായിരുന്ന പോലെ ദീനാനുകമ്പ എന്ന ഭാവത്തോടെ അവർക്ക് ലോകത്തെ നോക്കി കാണുവാനും അവരുടെ അജ്ഞതയെ മനസ്സിലാക്കുവാനും ഒക്കെ അവർക്കും സാധിക്കുന്നു എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇത് സാധിക്കാതെ വരുന്നത് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടേതായ
നമ്മുടേതായ ദൈനംദിന കാര്യങ്ങളിൽ വ്യാപൃതരാണ്. എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളടങ്ങുന്ന ഓരോ സൊസൈറ്റിയും എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അവരിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മഹാത്മാക്കളിൽ നിന്നുള്ള ഒരു വെളിച്ചം കൂടി നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കും അങ്ങനെ നമുക്ക് വിതറുകയും നമ്മുടെ ലൈഫിൽ ദീനാനുകമ്പ എന്ന ഭാവത്തെ നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തിൽ കുറച്ചെങ്കിലും നമുക്ക് തെളിക്കുവാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.